പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല പ്രഭാതം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് വേണം പറയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ, ഇപ്പം പരീക്ഷ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം. ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം. പെട്ട് തുറന്നത് എടുക്കുക. ഇനി പ്രമാണം അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ പോകുന്നവരുണ്ട്, ബാങ്കിൽ പോകുന്നവരുണ്ട്, പാസ്ബുക്ക് കയ്യിൽ വെക്കാം. ഈ പ്രാർത്ഥനാ സമയം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കൾ ദൈവതിരുസന്നിധി ഉയർത്തി വെക്കാം. ഇനി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പീഡികക്കട തുടങ്ങണമെന്ന് വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, വേറെ പീഡികക്കട വെക്കുമ്പോൾ വലിയ കാശൊക്കെ ആണ്. വീട്ടിൽ തന്നെ ഒരു മുറി സെറ്റ് ചെയ്ത് പീഡികക്കട, പാവപ്പെട്ടവരുടെ ജീവിതമാണ്. അപ്പോൾ അവർ അവിടെ പോയി നിൽക്കും. ഈ മൊബൈൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് പോയി നിൽക്കണം, ആ മുറിക്ക് പോയി നിൽക്കണം. പുറത്താണെങ്കിൽ പുറത്ത്. നിങ്ങളുടെ നാൽക്കാലികൾക്ക് ഒരു രോഗമാണെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾ തൊഴുത്തിൽ പോയി നിൽക്കണം. അതെടുത്ത് പ്രാർത്ഥിക്കും. ഇതാണ് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവാധിഷ്ഠിതമാണ്. നമ്മൾ ദൈവാധീനം എന്ന് പറയത്തില്ല, ദൈവത്തിന് അധീനം. ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയുന്നത്. ദൈവം
അതിന് നമ്മൾ നല്ല ഭാഷ സ്വർഗരാജ്യം എന്ന് പറയും. ദൈവത്തിൻ്റെ അധീനത എല്ലാം, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള സത്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളുടെ ആ വിഷയത്തിന് മേൽ നമ്മൾ സമർപ്പിക്കുന്നത്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ ഇപ്പോഴങ്ങയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോ റോമാ 10:9 പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചുള്ള ഉയർപ്പിക്കുകയും ചെയ്യുന്നവൻ. കർത്താവെ, രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പ്രാപിച്ച എല്ലാ മക്കളെയും നീ ആ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാസനാമേ, പരിശുദ്ധമേ, ദേവമാതാവേ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നിനച്ചറിയാതിരിക്കും മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. അതിൻ്റെ പേരുണ്ടാകുന്ന വാഹന അപകടങ്ങൾ, എത്ര മനുഷ്യരെയാണ് കണ്ണീരാർത്തുന്നത്, എത്ര കുടുംബങ്ങളെയാണ് കണ്ണീരാർത്തുന്നത്. ഈ ദിവസങ്ങളിൽ മരണം സംഭവിച്ച വീടുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. അവരും അവരുടെ കണ്ണീരും മാത്രം ബാക്കിയായിരിക്കുന്നു. കർത്താവെ, നീ മാത്രം അവിടുന്ന് പോരല്ലേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ ഭവനങ്ങളിൽ അങ്ങ് കർത്താവ് ശക്തിയായിട്ട് അവരെ സാന്ത്വനപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടുമ്പോൾ കർത്താവ്, നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും ഈശോയെ. 10,000-10,000 പേര് മരിപ്പിന് വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും. അവരെ താങ്ങാനും നിലനിർത്താനും അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവർ സംരക്ഷിക്കണമേ, സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സ്നേഹം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചെകിടിന് കേളി നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോശപ്പെടുത്തവനെ, തൽവാരോശപ്പെടുത്തവനെ, മനുഷ്യരെ ഏൽപ്പിച്ചവനെ, നിന്റെ തിരുനാമശ്രുതി പറയുന്ന കർത്താവെ, നിന്റെ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണമേ. നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് സമാധാന ആശംസകളുടെ കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കർത്താവെ, ആ സമാധാനം മക്കൾക്ക് അനുവേദ്യമാക്കാൻ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ഹൃദയ കവാടങ്ങളെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈശോയെ. അത് ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ സംഹാരദൂതൻ കടന്നു പോയപ്പോഴേ, പെസഹായിലൂടെ കടന്നു പോകുമ്പോഴേ കർത്താവെ, കുഞ്ഞാടിൻ്റെ രക്തത്തെ കൈമുക്കിയ വാതിൽപ്പടികളുടെ രക്തത്തിൻ്റെ മുദ്രകൾ കണ്ടപ്പോഴേ അവരെ സ്പർശിക്കാതെ കടന്നുപോയ പോലെ കർത്താവേ, നിന്റെ കരുണ, നിന്റെ വിശുദ്ധമായ രക്തം മക്കളുടെ ഹൃദയത്തെ, ജീവിതത്തെ അങ്ങ് മുദ്ര വെക്കണമേ. സംഹാരം അവരെ കാണാതെ കണ്ട് കടന്നു പോകാൻ ഇടയാക്കണമേ. കർത്താവേ, സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കാലം കൂടെ സങ്കീർണമാകുമ്പോഴേ അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, മക്കളെ അല്ല അമ്മ വളർത്തിയതുപോലെ സുവിശേഷത്തിലെ ഞങ്ങളെ വളർത്തണം. സങ്കീർണമായ കാലത്തെ അതിജീവിക്കാൻ സങ്കീർണമായ ശക്തമായ ആധ്യാത്മിക അഭിഷേകത്താൽ അമ്മേ, അങ്ങയുടെ മക്കളെ സുവിശേഷത്തിൽ വളർത്തണം. നീ എങ്ങനെയാണോ ഉണ്ണീശയെ വളർത്തിയത്, എങ്ങനെയാണോ യേശുവിൻ്റെ കൂടെ രക്ഷാകരമായ എല്ലാ ദിനങ്ങളിലും നീ നടന്നു പോയത്, എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ നീ കുരിശിൻ്റെ ചുവട് നിന്നത്, അമ്മേ, നിന്നെ പോലെ ആരുമില്ല. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ, ദൈവശക്തിനൊക്കെ ആവശ്യിക്കട്ടെ. സർവോപരി കർത്താവേ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമം നീങ്ങി പോകട്ടെ. ഓക്കെ, നമ്മളുടെ ജെറമിയായുടെ പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും.
എന്താ ഞാൻ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു വചനം എടുത്ത അങ്ങനെയൊന്നും ഇല്ല. ചെയ്യും എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതെല്ലാം ഒരു വാട്ടർമാർക്ക് അടക്കമുണ്ട്. എന്തിൻ്റെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് സുനിശ്ചിതമാക്കാൻ വേണ്ടി. ഭാവി സംഭവം പറയണേ, ഭാവി അനിശ്ചിതമാണ്. വിശ്വാസി പറയും ഭാവി ഒരിക്കലും അനിശ്ചിതമല്ല, ഭാവി സുനിശ്ചിതമാണ്. എന്താ കാര്യം? നമ്മുടെ ഭാവി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാലാണ് സുരക്ഷിതമാകണത്. എന്താ കാര്യം? നമ്മുടെ ഭാവി കാര്യം എന്താ? ഈശോ ഞാൻ വീണ്ടും നിങ്ങളെ ഐശ്വര്യപൂർണ്ണമാക്കും. അതാരാ പറയണത്? അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഭരണം തീരണ ഭരണകർത്താക്കളല്ലേ പറയണത്. ഒരിക്കലും ഭരണം തീരാത്ത കർത്താവാണ് പറയണത്. എന്താണ്? ഞാൻ നിങ്ങളെ വായിച്ചത്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. എന്ത് സംഭവം അറിയാമോ? കരുണ ചൊരിയുക എന്ന് പറയുമ്പോ ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് അക്കോർഡിംഗ് ടു അവർ മെറിറ്റ്സ്. എന്താണ് ബൈബിളിൽ എന്താ? നമ്മൾ എഫേസ്യസ് 2:8 എപ്പോഴും വായിക്കുന്നില്ല. എന്താ വായിക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കരുണ കൊണ്ടാണ്. അപ്പൊ കരുണ എന്ന് പറയണത് നമ്മുടെ യോഗ്യത, നമുക്ക് യോഗ്യതയില്ല ഭാവിക്ക് വേണ്ട, നമ്മുടെ ഭാവിക്ക് വേണ്ട റിസോഴ്സസ് വേണ്ട, നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് ദൈവം ഔദാര്യം കരുണ കാണിക്കണം. അതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഐശ്വര്യപൂർണ്ണമാക്കും. പിന്നെ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. രണ്ട് കണക്കാണ്. കാര്യം നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഐശ്വര്യം കിട്ടണത്. നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഐശ്വര്യം കിട്ടണം. പിന്നെ എന്താണ്? കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്. അപ്പം നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കരുണയെ തന്നെയാണ്. പക്ഷെ കർത്താവിൻ്റെ കരുണയെ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യണം? അവർ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം വീണ്ടും നൽകുമെന്ന് പറയുമ്പോഴേ അതൊരു വാഗ്ദാനമാണത്. വാഗ്ദാനം നമുക്ക് എങ്ങനെ ലഭിക്കണത്? എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ നമ്മൾ പുൾ ഔട്ട് ചെയ്യണം. അതിനാണ് പ്രോമിസ് എന്ന് നമ്മൾ പറയത്തില്ലേ, പ്രോമിത്തരെ ടു പുൾ ഔട്ട്. അത് പ്രോമിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മതത്തിൻ്റെ ലത്തീൻ അതിനെ ധാതു പിരിക്കുമ്പോൾ പ്രോമിത്തരെ ടു പുൾ ഔട്ട്, വലിച്ചു പുറത്തെടുക്കുക. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിരിക്കുന്ന ദാനത്തെ നമ്മൾ വലിച്ചു പുറത്തെടുക്കണം. എങ്ങനെ വലിച്ചു പുറത്തെടുക്കണത്? വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു, വാഗ്ദാനങ്ങൾ പ്രത്യാശിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകിയ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നത്. വീണ്ടും ഐശ്വര്യപ്പെടുന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ച് ഐശ്വര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.